യൂറിക് ആസിഡ് കൂടുതലാണോ? ഹൃദയാഘാതത്തിന് സാധ്യത ഏറെയെന്ന് വിദഗ്ധർ. രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത് ഒരു സാധാരണ രോഗമായി മാറിയിരിക്കുകയാണ്. ഹൈപ്പർ യൂറീസെമിയ എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ 40 വയസ്സിന് മുകളിലുള്ളവരിൽ കൂടുതലായി കാണുന്നതായി വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെയാണ് ഹൈപ്പർ യൂറീസെമിയ വരുന്നത്. എന്നാൽ ഇത് ചികിത്സിക്കാതിരുന്നാൽ ഹൃദയാഘാതത്തിനും വൃക്ക രോഗങ്ങൾക്കും വരെ കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത് രക്തക്കുഴലുകൾ കട്ടിയാവുന്നതോ ചുരുങ്ങുന്നതോ ആയ മൈക്രോവാസ്കുലർ എന്ന അവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നു. ഈ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും സ്കാനിംഗ് പോലുള്ള ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കാറില്ല. എങ്കിലും ഹൃദയത്തിലേക്കുള്ള ഓക്സിജൻ സർക്കുലേഷനിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ ഇത് കാരണമാകുന്നതായും അതുവഴി ഹൃദയാഘാതത്തിലേക്ക് നയിച്ചേക്കുമെന്നും വിദഗ്ധർ പറയുന്നു. ഭക്ഷണത്തിൽ ശ്രദ്ധ പുലർത്തുക വഴിയും പ്യൂരിൻ അധികമുള്ള റെഡ് മീറ്റ്, നത്തോലി, മത്തി, കക്ക തുടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയും ഒരു പരിധിവരെ ഇവ കുറയ്ക്കാം. മാത്രമല്ല ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിൽ നന്നായി ജലാംശം നിലനിർത്തുന്നത് യൂറിക് ആസിഡ് പുറന്തള്ളാൻ വൃക്കകളെ സഹായിക്കുന്നതായി വിദഗ്ധർ പറയുന്നു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ഹെൽത്തി.